Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനാചരണം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. മുൻ എംഎൽഎ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് വെങ്ങര മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. കൈലാസക്കല്ലിന് സമീപം ഭഗവതിയുടെ തിരുമുടി നിവർന്നത് ഉച്ചതിരിഞ്ഞ് 2:30-ഓടെ. അനുഗ്രഹം വാങ്ങാനെത്തിയത് ആയിരങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CPMന്റെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപന ഡയറക്ടർമാർക്ക് ഏകദിന പരിശീലനം. കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാൻ KSEBL നീക്കം. ശക്തമായ പ്രതിഷേധം ഉയർത്താൻ COA. ബുധനാഴ്ച സംസ്ഥാനത്ത് കരുദിനാചരണം. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മുൻ എംഎൽഎ KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവിടെ ഒരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനല്ല, കോൺഗ്രസ് അനുഭാവിയായ ഒരാൾ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം പറഞ്ഞത്, ഞങ്ങളിവിടെ ജീവിക്കുന്നത് മഹാത്മാഗാന്ധി എന്ന ഒരു വലിയ മനുഷ്യനുണ്ടായതുകൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ കർക്കശമായ തീരുമാനങ്ങളും നടപടിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സമരം. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷനായി. M നാരായണൻകുട്ടി, V കൃഷ്ണൻ മാസ്റ്റർ, MK രാജൻ, AP നാരായണൻ, P ലളിത ടീച്ചർ, VC നാരായണൻ, A രൂപേഷ്, പിലാക്കൽ അശോകൻ, KP മോഹനൻ, EP ശ്യാമള, PV പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു. ME ദാമോദരൻ നമ്പൂതിരി, C അനിൽകുമാർ, VM പീതാംബരൻ, പള്ളിപ്പുറം രാഘവൻ, ലതിക കാർമേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷി ദിനാചരണം രാമന്തളി കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സദസ്സും സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ 76ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KM കോമളവല്ലി, പഞ്ചായത്ത് അംഗം PP നാരായണി, PP ശേഖരൻ, K ഹരിദാസ്, TK ജനാർദ്ദനൻ, PKR പൊതുവാൾ, O മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഗാന്ധിജിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു.
गांधी की महात्मा गांधी की महात्मा गांधी की സ്വാതന്ത്ര്യത്തിൻ ബലിപീഠത്തിൽ കോറം കൂർക്കര മഹാത്മാ മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ബന്ദർ എന്നൊരു ഗ്രാമത്തിൽ ജനിച്ച് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെടുക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഉജ്ജ്വലനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ജനിച്ചതും വളർന്നതും പഠിക്കേണ്ടത് ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ കടമയാണ്, ആവശ്യകതയാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷനായി. NV രഘുനാഥ്, ശങ്കരൻ മണിയറ, കച്ചേരി രമേശൻ, TV പുഷ്പ, രജനി രമേശൻ, സതീശൻ, വിജയൻ കാനായി, P രജിത്ത്, ഗോകുൽ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആയിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് വെങ്ങര മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഉച്ചതിരിഞ്ഞ് 2:30 സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർക്ക് അത് 15 വർഷങ്ങളായുള്ള കാത്തിരിപ്പിനുള്ള വിരാമം കൂടിയായി. ഒരു നാടും ജനതയും കാത്തിരുന്ന അനുഗ്രഹീത നിമിഷം വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സംഭവിച്ചു. അന്നപൂർണേശ്വരിയും നിത്യകന്യകയും അഭീഷ്ടവരദായിനിയുമായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നീണ്ട 1.5 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് അമ്മയുടെ അഴകാർന്ന രൂപം കണ്ണിനും മനസ്സിനും കുളിരായി പെയ്യുന്നതോടെ പരിസമാപ്തിയായി. പരിവാര ദേവീദേവന്മാർ അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങൊഴിഞ്ഞ ശേഷം മേലേരി കയ്യേൽക്കലിന് ശേഷം ഉച്ചതിരിഞ്ഞ് 2:30 ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിൽ കൈലാസക്കല്ലിന് സമീപം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത്. വടക്കു നോക്കി രേരമംഗലം ദേവിയെ വണങ്ങി പൊയ്ക്കണ്ണും പന്തങ്ങളും വരമായി വാങ്ങി ധരിച്ച് ചീനവാദ്യത്തിൻ്റെ അകമ്പടിയോടെ മന്ദം മന്ദം ദേവി ക്ഷേത്രത്തെ വലം വച്ചു. സാത്വിക ഭാവത്തിൽ ഭക്തർക്ക് ദർശനം നൽകി. പിന്നീട് മണങ്ങിയാട്ടത്തിന് ശേഷം മണിക്കിണർ ദർശനത്തിനും ശേഷമാണ് ദേവി പൊയ്ക്കണ്ണഴിക്കുന്നത്. പന്തങ്ങളുമായി ഭക്തർക്ക് അനുഗ്രഹവും നൽകും. പിന്നീട് കലാശക്കൊട്ടിന് ശേഷം പൂവാട്ടവും കഴിഞ്ഞ് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം ചൊരിയും. രാത്രിയോടെ വെറ്റിലാചാരവും ആറാടിക്കലും നടക്കും. പെരുങ്കളിയാട്ടത്തിൻ്റെ സമാപന ദിവസം കുറത്തിയമ്മ, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർക്കാളി, കുണ്ടൂർ ചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങളും കെട്ടിയാടി. സമാപന ദിവസം ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ ബാങ്ക് ഡയറക്ടർമാർക്കായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നവയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. ജില്ലയിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സഹകരണ ബാങ്കുകളാണ്. അപ്പോൾ നമ്മുടെ സഹകരണ സ്ഥാപന സമൂഹത്തിൽ വഹിക്കുന്ന ഒരു പങ്കുണ്ട്, അത് വളരെ വലുതാണ്. അത് ധനകാര്യ സ്ഥാപനങ്ങളാവുമ്പോൾ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബാങ്കുകളാവുമ്പോൾ, ഇന്ന് പണമിടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളാണ്. ദേശസാൽകൃത ബാങ്കുകളോ ഷെഡ്യൂൾഡ് ബാങ്കുകളോ സ്വകാര്യ ബാങ്കുകളോ നിർവഹിക്കുന്ന കടമകൾക്കപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കരുവള്ളൂരിൽ സംഘടിപ്പിച്ച സഹകരണ സ്ഥാപന ഡയറക്ടർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലേത് കേവലം 3% മാത്രമാണ്. എന്നിട്ടും രാജ്യത്താകെ സഹകരണ സ്ഥാപനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നതിൽ 70% നിർവഹിക്കുന്നത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളാണ്. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയുള്ള പ്രവർത്തന ശൈലിയാണ് ഇതിന് കാരണമെന്നും MV ജയരാജൻ പറഞ്ഞു. കരുവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ KK ഗംഗാധരൻ അധ്യക്ഷനായി. ഡോക്ടർ M രാമനുണ്ണി, അഡ്വക്കേറ്റ് M രമേശൻ എന്നിവർ പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, CPM ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ, നേതാക്കളായ K നാരായണൻ, M രാഘവൻ, KP ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനുള്ള KCBL നയത്തിനെതിരെ COAയുടെ കരിദിനാചരണം ബുധനാഴ്ച. ശക്തമായ പ്രതിഷേധം വരും ദിനങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ TV ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേക വാടക ഈടാക്കാനും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റുമെന്നുമാണ് KCBL ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് KCBL ഇപ്പോൾ ഈ നീക്കം നടത്തുന്നതെന്നാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും ഡിജിറ്റൽ സേവനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റുന്നതുൾപ്പെടെയുള്ള നയം സർക്കാർ നടപ്പിലാക്കുന്ന ഘട്ടത്തിലാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാധ്യമ മേഖലയുടെ ഭാഗമായ ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭകരോട് സർക്കാർ ഉടമസ്ഥതയിലുള്ള KCBL ഈ രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നത്. പുതിയ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അസോസിയേഷന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി 31 ബുധനാഴ്ച കരിദിനമായി ആചരിക്കും. ഒപ്പം ജില്ലകൾ കേന്ദ്രീകരിച്ച് KCBL ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനും തീരുമാനിച്ചതായി COA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ TV ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ വരുന്ന ഡിസംബർ 31 കേരളത്തിലെ മുഴുവൻ വൈദ്യുതി ബോർഡിൻ്റെ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുമ്പിലും കരിദിനം ആചരിക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ 98ഉം 142ഉം ഫൈബറുള്ള ഏക കേബിളാണ് ഒറ്റയടിക്ക് സ്ഥാപിക്കുന്നതെങ്കിൽ ചെറുകിട സംരംഭകർ 4ഓ 5ഓ കേബിളുകളിലൂടെയാണ് 24 മുതൽ 30ഓളം ഫൈബറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 17 രൂപയായി നിശ്ചയിച്ചിരുന്ന വാടക പിന്നീട് വർഷം തോറും വർദ്ധിപ്പിച്ച് 450 രൂപയ്ക്ക് മുകളിലെത്തിച്ചിരുന്നു. COA നൽകിയ നിവേദനത്തെ തുടർന്ന് സർക്കാർ സബ് കമ്മിറ്റിയെ നിയോഗിച്ച് പഠിച്ചാണ് ഗ്രാമപ്രദേശങ്ങളിൽ 145 രൂപയും നഗരങ്ങളിൽ 300 രൂപയുമാക്കി പുനർനിശ്ചയിച്ച് വാർഷിക വർധനവ് 3% കുറച്ചത്. എന്നാൽ ഈ തീരുമാനം അട്ടിമറിക്കാൻ ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്ക് തന്നെ ഈടാക്കുന്ന സമീപനമാണ് KCBL കൈക്കൊണ്ടതെന്നും COA ഭാരവാഹികൾ അറിയിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖിന് പുറമെ ജനറൽ സെക്രട്ടറി KV രാജൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS രജനേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ ഊഷ്മള സ്വീകരണം. ജില്ലാ അതിർത്തിയായ ഒളവറയിൽ നിന്നും ജാഥയെ പയ്യന്നൂരിലേക്ക് ആനയിച്ചു. നിരവധി വ്യാപാരികൾ പരിപാടിയിൽ പങ്കാളികളായി.
തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ വ്യാപാരി സംഗമത്തോടുകൂടി സമാപിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര അടിപതറാത്ത കാൽവെപ്പുകളും അചഞ്ചലമായ മനസ്സുമായി വ്യാപാരികളുടെ ആശയം ആവേശവുമായി ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യന്നൂരിൽ ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത്. ജാഥയെ ഒളവറയിൽ നിന്ന് സ്വീകരിച്ച് പയ്യന്നൂരിലേക്ക് ആനയിക്കുകയായിരുന്നു. നഗരം ചുറ്റിയാണ് ജാഥ സ്വീകരണ പൊതുയോഗം നടക്കുന്ന ഷെണായി സ്ക്വയറിൽ എത്തിയത്. പയ്യന്നൂർ, പഴയങ്ങാടി, ചെറുപുഴ മേഖലകളുടെ നേതൃത്വത്തിലായിരുന്നു ജാഥയ്ക്ക് സ്വീകരണമൊരുക്കിയത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ജാഥാ നായകൻ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ P. കുഞ്ഞാവു ഹാജി, MK തോമസ് കുട്ടി, PC ജേക്കബ്, MJ ഷാജഹാൻ, ബാബു കോട്ടയിൽ, VM ലത്തീഫ്, VP അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 29 ആവശ്യം സമയം ദീർഘിപ്പിച്ചത്. കടന്നപ്പള്ളി കൊക്കോട്ട് വയലിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കൃഷി ചെയ്ത പാടത്തേക്ക് കക്കൂസ് മാലിന്യം തള്ളിയത്. ഈ ഭാഗത്തെ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കടന്നപ്പള്ളി കൊക്കോട്ട് വയലിലാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. VV ഗോപാലന്റെ നെൽപ്പാടത്തേക്കാണ് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. സാമൂഹ്യവിരുദ്ധരുടെ പ്രവൃത്തി കാരണം നെൽകർഷകരും ദുരിതത്തിലായി. പാടത്തിന്റെ ഒരു ഭാഗത്ത് കതിരിട്ട് നിൽക്കുന്ന നെൽച്ചെടികളുടെ മുകളിലേക്കാണ് മാലിന്യം ഒഴുക്കിവിട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് കൃഷി പൂർണ്ണമായും നശിക്കുകയും ചെയ്തു. മാലിന്യം നിറഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ പാടത്ത് ഇറങ്ങാനും കർഷകർക്ക് കഴിയാത്ത അവസ്ഥയാണ്. അതോടൊപ്പം ദുർഗന്ധം കാരണം ഇതുവഴി യാത്ര ചെയ്യാനും കഴിയുന്നില്ല. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പരിയാരം പോലീസിൽ പരാതി നൽകി. കുറ്റക്കാരെ ഉടൻ കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഉളിയത്തുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന M. രാജഗോപാലൻ MLA റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് അനുമതിയായി. മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. നിയമസഭയിൽ M. രാജഗോപാലൻ MLA ഉന്നയിച്ച സബ്മിഷന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ മറുപടിയിലാണ് ഉളിയത്തുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണാനുമതിയായ കാര്യം അറിയിച്ചത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ തൃക്കരിപ്പൂർ, പിലിക്കോട്, പയ്യന്നൂർ മണ്ഡലത്തിലെ കരിവള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും പയ്യന്നൂർ നഗരസഭയിലെയും 1000 ഹെക്ടർ നെൽകൃഷിക്കും അനുബന്ധ കൃഷികൾക്കും പ്രാധാന്യം നൽകുന്ന ഉളിയത്തുകടവ് പദ്ധതി കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾക്ക് ഏറെ പ്രയോജനപ്പെടും. തൃക്കരിപ്പൂർ, പിലിക്കോട്, കരിവള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ്, പയ്യന്നൂർ നഗരസഭ എന്നിവയുടെ പരിധിയിൽ വരുന്ന മുകൾ ഭാഗത്തെ തോടുകളുടെ കരകളിലെ കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനാണ് ഈ പദ്ധതി. പദ്ധതി നടപ്പിലായാൽ പ്രദേശത്തെ ജനങ്ങൾക്ക് വേനൽക്കാലത്തുണ്ടാക്കുന്ന കുടിവെള്ളക്ഷാമവും വേനലിൽ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറുന്നത് തടയാനും സാധിക്കും. ഉളിയത്തുകടവിൽ കവ്വായി നദിയുടെ കുറുകെയാണ് മേൽ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് ജില്ലകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പാലവും കൂടി വരുന്നതോടുകൂടി ഏറെ യാത്രാക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. 85.4 കോടി രൂപയ്ക്ക് ഇരു മണ്ഡലങ്ങളെയും ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ DPR തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ML അറിയിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നാണ് പൂവണിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രക്തസാക്ഷി ദിനം ആചരിച്ചു. കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂശാരിക്കോവിൽ ഇന്ദിരാഭവനിൽ മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷി ദിനം സമുചിതമായി ആചരിച്ചു. കുഞ്ഞിമംഗലം മണ്ഡലം 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂശാരിക്കോവൽ ഇന്ദിരാഭവനിൽ
മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനം സമുചിതമായി ആചരിച്ചു. KP ശശി, KV സതീഷ് കുമാർ, AV തമ്പാൻ, VV ബിജു, P വിനോദ്, അഭിലാഷ് P തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രകാശൻ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുറ്റൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. ഫെബ്രുവരി 3 വൈകുന്നേരം 4 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. ജനസൗഹൃദമാക്കാനും മുഖമിനുക്കാനും ലക്ഷ്യമിട്ടാരംഭിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിലൂടെ കേരളത്തിലെ നിരവധി വില്ലേജ് ഓഫീസുകൾ ഇതിനകം സ്മാർട്ടായി. ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു വന്ന കെട്ടിടം കാലപ്പഴക്കത്താൽ നാശത്തിന്റെ വക്കിലായിരുന്നു. പഴകിദ്രവിച്ച കെട്ടിടം പൊളിച്ചു നീക്കി അതേ സ്ഥലത്ത് ആധുനിക രീതിയിൽ സ്മാർട്ട് വില്ലേജ് കെട്ടിടമാണ് നിർമ്മിച്ചത്. സാധാരണ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങൾക്കും പുറമെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം, വിശ്രമകേന്ദ്രം, കുടിവെള്ളം, ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ്, ഭിന്നശേഷിക്കാർക്ക് റാമ്പ്, പ്രത്യേക ടോയ്ലറ്റ് എന്നിവ ഉറപ്പാക്കുന്നതാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചെലവിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടം പ്രവൃത്തി പൂർത്തീകരിച്ചത്. നിർമ്മാണം പൂർത്തിയായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 3 വൈകുന്നേരം 4 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിക്കും. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമാണ് ഒരാളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ ശ്രമിക്കണം. മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ് യുവതലമുറ. മയക്കുമരുന്ന് എന്ന വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളുകളെ ഗവൺമെന്റ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതെന്ത് ചെയ്യണം? നിങ്ങൾ ഈ കുട്ടികളെ മയക്കുമരുന്ന് പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ. ചടങ്ങിൽ സ്വാമി ഡോക്ടർ ഭദ്രാനന്ദ മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം P. ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ P. വിനോദ് ചന്ദ്രൻ, വർക്കിംഗ് ചെയർമാൻ TV സുഭകൻ, ജനറൽ കൺവീനർ TV കുഞ്ഞിരാമൻ, വൈസ് ചെയർമാൻ MP ഉണ്ണികൃഷ്ണൻ, PP ദാമോദരൻ, C. ഭാസ്കരൻ, M. പവിത്രൻ, PV വിജയൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ലേണിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ലേണിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഭരണഘടനയുടെ 73-74 ഭേദഗതികളിലൂടെയാണ് ഇന്നത്തെ നിലയിലുള്ള പഞ്ചായത്ത് സംവിധാനം നിലവിലുണ്ട്. അതിനു മുമ്പ് ഉദ്യോഗസ്ഥ നിയന്ത്രണത്തിലുള്ള പഞ്ചായത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസറായി ആ വാക്കിൻ്റെ അർത്ഥമാണ്. അത് മാറി ജനപ്രതിനിധികൾക്ക് മുഖേയുള്ള ചില പഞ്ചായത്തുകൾ ഈ 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മിക്കുന്നത്. പാർലമെന്റ് ഈ ഭേദഗതി അംഗീകരിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നിയമസഭകൾ ചേർന്ന് ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പരിഷ്കരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷനായി. എറണാകുളം കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു, മലപ്പുറം പുഴക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മു കുൽസു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി, K. മോഹനൻ, KV സുരേഷ് ബാബു, KG ബിന്ദുമോൾ, TM സതീശൻ മാസ്റ്റർ, ലിസി ഏലിയാസ്, P. പങ്കജാക്ഷി, P. ശശിധരൻ, P. ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന മേള സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന മേള സംഘടിപ്പിച്ചത്. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 3 പേര് ഈ ഗ്രാമത്തിൽ എങ്ങനെയാണ് ഈ ആയുർദൈർഘ്യം ഉണ്ടായത് എന്നറിയാൻ വേണ്ടി പഠനം നടത്താൻ വേണ്ടി അങ്ങനെ പോയപ്പോൾ
അവിടുത്തെ ഭക്ഷണശീലം പരിശോധിച്ചു നോക്കുക. ഭക്ഷണത്തിന്റെ ഗുണം കൊണ്ടാണോ അതിൽ ദൈർഘ്യം വർദ്ധിക്കുന്നത്? പക്ഷെ അതേ ഭക്ഷണം കഴിക്കുന്ന മറ്റു ഗ്രാമത്തിലുള്ളവർക്കൊന്നും അത്ര ആയുസില്ല. പിന്നെ അവിടുത്തെ ഭൂപ്രകൃതി, വെള്ളം, അവിടുത്തെ മനുഷ്യരുടെ വ്യായാമം ഇതെല്ലാം പരിശോധിച്ചു. ഒന്നുമില്ല, എവിടെയുമില്ല. പിന്നെ എന്താണ് അവരുടെ കൂടെ താമസിച്ചപ്പോഴാണ് മനസ്സിലായത് എന്താണ് ആയുർവേദം വർദ്ധിക്കാൻ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, പഞ്ചായത്ത് സെക്രട്ടറി K ശൈലജ, P ശ്യാമള, C ബാലകൃഷ്ണൻ, A ഷീജ, P പങ്കജാക്ഷി, PV കുഞ്ഞിക്കണ്ണൻ, PP ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി വിപുലമായ പരിപാടികളോടെ നടത്തും. ആലോചനാ യോഗം KP നസീറ ഉദ്ഘാടനം ചെയ്തു. തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ ആലോചന യോഗം തീരുമാനമെടുത്തു. നസീറ KV ഉദ്ഘാടനം ചെയ്തു. KK ജോയ് അധ്യക്ഷനായ ചടങ്ങിൽ ബിജു ജോസഫ്, പ്രസാദ് K, സുനിത KP, അന്നമ്മ കുര്യാക്കോസ്, ജോസഫ് മുള്ളമട തുടങ്ങിയവർ സംബന്ധിച്ചു. 1993-94 ബാച്ച് SSLC കുട്ടികൾ സ്കൂളിന് സൗണ്ട് സിസ്റ്റം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ CRM ബാഡ്മിന്റൺ അക്കാദമിയുടെ 2024 വർഷത്തെ ലീഗ് മത്സരങ്ങൾ CRM അക്കാദമിയിൽ സമാപിച്ചു. 60ഓളം കളിക്കാർ 4 ടീമുകളായാണ് മത്സരിച്ചത്. CRM പ്ലാബിയൻസ് ടീം വിജയികളായി. CRM ബാഡ്മിന്റൺ അക്കാദമിയുടെ 2024 വർഷത്തെ ലീഗ് മത്സരങ്ങൾ സമാപിച്ചു. 60ഓളം കളിക്കാർ 4 ടീമുകളായി മത്സരിച്ച ലീഗ് മത്സരത്തിൽ CRM പ്ലാംബിയൻസ് ടീം വിജയികളായി. CRM അക്കാദമി ഡയറക്ടർ രാജേന്ദ്രൻ PVയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമാപന സമ്മേളനത്തിൽ പയ്യന്നൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. കുറ്റൂർ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കുറ്റൂർ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. നെല്ലിയാട് നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ആരംഭിച്ച കലവറ ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരുന്നു. ജനുവരി 29 മുതൽ ഫെബ്രുവരി 1 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ഫെബ്രുവരി 1 രാവിലെ 6 മണിക്ക് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ പുറപ്പാട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാത്മാഗാന്ധിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനാചരണം. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങൾക്ക് ദർശന സായുജ്യം പകർന്ന് വെങ്ങര മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. കൈലാസക്കല്ലിന് സമീപം ഭഗവതിയുടെ തിരുമുടി നിവർന്നത് ഉച്ചതിരിഞ്ഞ് 2:30യോടെ. അനുഗ്രഹം വാങ്ങാനെത്തിയത് ആയിരങ്ങൾ. സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CPMന്റെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപന ഡയറക്ടർമാർക്ക് ഏകദിന പരിശീലനം. കേരള വിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാൻ KSEBL നീക്കം. ശക്തമായ പ്രതിഷേധമുയർത്താൻ COA. ബുധനാഴ്ച സംസ്ഥാനത്ത് കരിദിനാചരണം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.